ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ ഒരു ലോങ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഞാൻ കഴിഞ്ഞ FIGP സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അത് എല്ലാവരും കണ്ടു കാണത്തില്ല, കാരണം എനിക്ക് ആ വ്യൂസ് കാണാൻ മനസ്സിലാവും നിങ്ങൾ എത്രമാത്രം എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ഇല്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സ്ത്രീകളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അനുഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ അങ്ങനെ ഒതുങ്ങി ജീവിക്കേണ്ട ഒരാളല്ല. ഓക്കെ, എന്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് രണ്ട് ഒപ്പീനിയൻസ് ആണ്. കാരണം എനിക്ക് ഒരുപാട് ഒപ്പീനിയൻസ് പറയണമെന്നുണ്ട്. പക്ഷെ പാർട്ട് 1, 2 അങ്ങനത്തെ ഒരു ഇതിൽ പോകാൻ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് പാർട്ട് 1 ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഞാൻ അതിനനുസരിച്ചുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതുമാക്കി. ഇല്ലെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും. ഞാൻ എന്തായാലും അങ്ങനെ ഓരോ പാർട്ടായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റിൽ പറയണമെങ്കിൽ നിങ്ങൾ എന്തായാലും വന്ന് പറയാം, ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാല്, ഇപ്പം എന്റെ ഒരു അഭിപ്രായത്തില് ഒരു സ്ത്രീ ആയിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ പോയി പറയും. ഒന്നെങ്കിൽ ആ ഒരാൾ വേറൊരാളോട് പറഞ്ഞ് ഒരു സ്പ്രെഡിങ് തന്നെ നടത്തും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോൾ അതിന് ചെറിയ കുറ്റമെങ്കിലും കണ്ടെത്തുന്നവരായിരിക്കാം. ഞാനിപ്പോൾ എന്നെ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. വേറെ ആരെയും ഞാൻ കൂടുതൽ അടുപ്പം ഉണ്ടാക്കാൻ പോകുന്നതുമില്ല. ഞാൻ ആരെയും വിശ്വസിക്കാനും പോകുന്നില്ല. എനിക്ക് ഓരോ അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇതിലും ഞാൻ ആരെയും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നമുക്ക് ഓരോ സങ്കടങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ വിങ്ങി വിങ്ങി പൊട്ടി കരയുന്ന നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് നല്ല ഒരാശ്വാസം കിട്ടാനായിരിക്കാം. ആ ഒരു സങ്കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ കരയുന്നത്. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സോ ഗൈസ്, എന്റെ ഫസ്റ്റ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരു ജോബ്ലെസ് വുമണിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ പലർക്കും, ഞാനും ആ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്കും ജോബ് വേണം എന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ എനിക്ക് എന്തെങ്കിലും ഇൻകം എങ്കിലും എനിക്ക് അതായത് എനിക്ക് ഒരു ഇൻകം വേണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ. എനിക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു ക്യാരക്ടറും കൂടിയാണ്. കാരണം ഞാൻ പണ്ട് മുതലേ എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ഇഷ്ടമല്ല. കാരണം എനിക്ക് പേരൻസിന് പോലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് താല്പര്യമില്ല. അതാണ് മെയിൻ കാരണം. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ ഒരുപാട് എഫോർട്ട് എടുത്ത് തന്നെയാണ് ഇതുവരെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചാനൽ തുടങ്ങിയത് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ തുടങ്ങിയത്. എനിക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളതാണ് ഞാൻ തുടങ്ങിയതാണ്. നിങ്ങൾ ഓരോ സ്ത്രീകൾക്കും ഇപ്പോൾ ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ തുടങ്ങാം. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ജോബ് കിട്ടും. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല എഫോർട്ട് എടുക്കണം. ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തില് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ വന്നത്. ഞാനിപ്പോൾ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. കൂടാതെ NCC കേഡറ്റാണ്. പിന്നെ എനിക്ക് ചാനലും ഉണ്ട്. 3 കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് മെയിൻ ആയിട്ടും ഉണ്ട്. പിന്നെ വീട്ടിൽ വല്ല ജോലി ഉണ്ടെങ്കിൽ അതും ചെയ്യും. അങ്ങനത്തെ ഒരു ഇതാണ്. സോ എനിക്ക് ഇപ്പോഴും ഇൻകം ഇല്ല. എങ്ങനെയെങ്കിലും ഞാൻ ഇൻകം ഒരു ജോബ് വാങ്ങിച്ചിട്ടെങ്കിലും ഒരു ഇൻകം ഞാൻ കൊണ്ടുവരും. എനിക്ക് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാനേ എനിക്ക് ഇഷ്ടമല്ല. ഒരു ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. അതാണ് എന്റെ ഒരു മൈൻഡിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ സ്ത്രീകളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ നമുക്ക് ഓരോ ഇഷ്ടങ്ങൾ കാണും. നമുക്ക് ഇന്ന കോഴ്സ് പഠിക്കണം, ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യണം എനിക്ക് നമുക്ക് ആഗ്രഹമുണ്ടാകും. പക്ഷെ നമ്മൾ പേരൻസ് അതിനെതിരായിരിക്കാം. പക്ഷെ ഞാനിപ്പോൾ എന്നെ ഡിഗ്രിക്ക് വിടത്തില്ല എന്നാണ് എന്റെ പേരൻസ് പറഞ്ഞത്. എന്നെ IT വിടാം എന്നൊരു പ്ലാനിലായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും വീട്ടുകാരായിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ പുറത്തുനിന്ന് ആരും ആയിക്കോട്ടെ നമ്മൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്നെ ഇപ്പോൾ എന്തെങ്കിലും, ഞാൻ മുമ്പൊന്നും ഞാൻ ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംസാരിക്കും. എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നു. അതാണ് സത്യം. എന്നെ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അതിന് തിരിച്ചൊരു മറുപടി ഉണ്ട്. പക്ഷെ അവർ പറയും അഹങ്കാരി. ഞാനിപ്പോ റീൽസിൽ കാണുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ അവൾ അഹങ്കാരി, ഇല്ലെങ്കിൽ അവൾ കറുപ്പുത്തരം പറയുന്നു, അങ്ങനെയൊക്കെ പറയുന്നവരും ആയിരിക്കാം. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ സ്ത്രീയോ പെൺകുട്ടി ആരും ആയിക്കോട്ടെ, നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം. വേറെ ആരെയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞാൻ ചെയ്യുന്ന സ്ട്രഗിൾസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണം. അത് മാത്രമല്ല നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അതിനൊരു സൊല്യൂഷനും കണ്ടെത്തി തരണം. അതെനിക്ക് വളരെ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് മാത്രമായിട്ടല്ല, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഈ ഒരു ഒപ്പീനിയൻ തന്നെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കി, അല്ലെങ്കിൽ അത് അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വെക്കണം.
എന്നിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ ഓരോ പടിയായിട്ട് കയറി കയറി പോകണം. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്, ഇപ്പൊ വീട്ടിൽ പറയും നിന്നെ കൊണ്ട് അതിനൊന്നും കൊള്ളത്തില്ല, നീ അതിനൊന്നും പോവുകയൊന്നുമില്ല, നീ വീട്ടിൽ തന്നെ ഇരിക്കും, വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കാണാം. സോ നമ്മൾ അവരെ റിമൈൻഡ് ചെയ്യരുത്. നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നോ നമുക്ക് അതിനനുസരിച്ച് അതിന് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. സ്റ്റോറി പറഞ്ഞുതരാം. എന്റെ ഫ്രണ്ട്, എനിക്ക് ഇതുവരെയുള്ള ഫ്രണ്ട്, അതായത് എനിക്ക് മുമ്പ് ഒരു +2 വരെയുള്ള ഫ്രണ്ട്സ് ഒക്കെ എന്തെങ്കിലും പഠിക്കാൻ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവരെ സഹായിക്കും. എനിക്കത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. എനിക്കും അതിലൂടെ പഠിക്കാം, അവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊരു ഇതിലാണ് ഞാൻ സഹായിച്ചു. അവർക്ക് നല്ല മാർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോഴും അവരുടെ പേരൻസ് കാണുമ്പം എന്നെ നല്ല രീതിയിൽ തന്നെ ആണ് എന്നോട് സംസാരിക്കുന്നത്. ഒക്കെ അവരങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ നോക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീംസോ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നോട്ട് ബുക്ക് നിങ്ങൾക്ക് പ്രത്യേകം വാങ്ങിച്ചിട്ട് നിങ്ങൾ ആ നോട്ടിൽ എഴുതുകയാണ്. എന്നിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓരോന്നും ചെയ്തു തുടങ്ങുക. അതാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു ഒപ്പീനിയൻ കേട്ടോ. ജോബ്ലെസ് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരുപാട് ജോബ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഇനിയുമായിട്ടായിരിക്കും, കാരണം നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒപ്പീനിയൻസ് ആണ് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഷെയർ ചെയ്തോളൂ, അതേപോലെ ലൈക്ക് എന്തായാലും ചെയ്യും. ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാതെ പോകരുത്. അത് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കായിരിക്കും നഷ്ടം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.